ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ സ്പെഷ്യൽ പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വാഴയിലേക്ക് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് തൂളി കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ചോറിനൊരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ തോരനായിട്ട് നമ്മുടെ കൂർക്ക തോരനും പയറ് തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മുടെ സൈഡിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉണ്ട് ചെമ്മീൻ ചമ്മന്തിയും വാഴയിലയിൽ കുറച്ച് മീൻ വറുത്തതും ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ചപ്പോഴേക്കും നമ്മുടെ പൊതിച്ചോറിലെ കറികളൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊതിഞ്ഞെടുക്കൽ എനിക്ക് വൺ ടാസ്ക് ആയിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റാക്കിയതേ നമ്മൾ ഉമ്മച്ചിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടായിരുന്നു പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് കൂടെയായിട്ട് വീട്ടിലേക്കുള്ള എല്ലാവർക്കും നമ്മൾ ഓരോ പൊതിച്ചോറും നമ്മുടെ അച്ചൂസിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പൊതിച്ചോറും അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4-4.5 മണിക്കൂറത്തെ പണിക്ക് ശേഷമാണ് നമ്മളിത് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പൊതിച്ചോറ് റെഡിയാക്കി വെക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ, ഇത് കഴിക്കുന്നവർ ഒരു സമാധാനം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും പൊതിച്ചോറൊക്കെ ഏതാണ്ട് നല്ല റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി എല്ലാ കറികളും കൂട്ടിയിട്ട് ഒരു വാങ്ങണം കഴിച്ചാണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.